മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ഇഞ്ചിക്കറി വെച്ചാലോ? വെക്കാം. എങ്ങനെ വെക്കുന്നതെന്ന് അറിയണ്ടേ? ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശമ്മ, അല്ലേ ശോശാമ്മ കിച്ചൺ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ആദ്യം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് നമുക്കൊന്ന് പിന്നെ തേങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. പിന്നെ നമുക്ക് ആ ഇഞ്ചി അതുപോലെ വറുത്തെടുക്കാം. ഇഞ്ചിയും തേങ്ങയും കൂടെ വറുത്ത് പിന്നെ നമുക്ക് ഉള്ളിയും വറുത്തെടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളിയും വറുത്തെടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം ഒന്നും കൂടെ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വാളംപുളി എടുക്കാം. ഞാൻ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തു. പിന്നെ മുളക് പൊടി, എല്ലാം കൂടെ മുളക് പൊടി വെച്ചേക്കാനുള്ളതാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കണ്ട. നമ്മളിപ്പോൾ കൂട്ടാനുള്ളതാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. വാളംപുളി എല്ലാം കൂടെ ഒഴിച്ച് തിളപ്പിക്കാം. ഇഞ്ചിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ശർക്കര ചേർക്കും. ഞാൻ ശർക്കര ചേർക്കുന്നില്ല. ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സീക്രട്ടാണിത്. ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കൂല. എന്നാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ, എല്ലാവരും പഠിച്ചോട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഫ്രണ്ട്സാകുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. കണ്ടോ, നല്ല സൂപ്പർ ഒരു ഇഞ്ചിക്കറിയായി. പിന്നെ നമുക്ക് കടുക് വറുത്തിട്ട് അവസാനം കടുക് വറുത്ത് ചേർക്കാവും. ആദ്യം കടുക് വറുത്ത ഒരു വെള്ളച്ചവയായിരിക്കും. വാങ്ങാനാകുമ്പോൾ നമുക്ക് കടുക് വറുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇഞ്ചിക്കറി റെഡിയായി. പാകത്തിന് ഉപ്പും ചേർക്കുക. ഉലുവാപ്പൊടി, മുളക് പൊടി, ഇഞ്ചിക്കറി റെഡി. കണ്ടോ, ഇഞ്ചിക്കറി വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ഇഞ്ചിക്കറി വെച്ച് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. 21 തൊട്ട് ഇടാൻ തുടങ്ങിയതാണ് വീഡിയോകൾ, ഇഞ്ചിക്കറിയുടെയൊക്കെ.
അത് ഓരോരുത്തരും വായിച്ച് കളയും. അപ്പം നമുക്കൊന്ന് വെച്ച് നോക്കാം. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് വിളിച്ച് പറഞ്ഞതാണ് ഇഞ്ചിക്കറി വെക്കുന്ന കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ ഇഞ്ചിക്കറി വെക്കാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇഞ്ചി പുളി വെച്ചു, ഇപ്പോൾ ഇഞ്ചിക്കറി. എൻ്റെ ചാനൽ പറഞ്ഞുകൊണ്ടാ ശോശാമ്മ കിച്ചൺ, അല്ലെ കിച്ചൺ ശോശാമ്മ, അല്ലെ ചാനൽ കേരളം വൈ ശോശാമ്മ. ഇഞ്ചിക്കറി സൂപ്പർ ഒരു ഇഞ്ചിക്കറി. എല്ലാവരും ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഞ്ചിക്കറി വെച്ച് നോക്കുക. ദഹനത്തിനൊക്കെ നല്ല സാധനമാണ് ഇഞ്ചിക്കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഞ്ചി ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തേങ്ങ അതുപോലെ അരിഞ്ഞ് കൊത്തിയെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ വറുക്കുക, ഉള്ളി തേങ്ങ എല്ലാം കൂടെ. പക്ഷേ വേറെ വേറെ വറുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഉള്ളിയുടെ കൂടെ ഇട്ടാൽ അത് കുഴഞ്ഞ് അലിഞ്ഞിരിക്കും, മൂക്കത്തില്ല. തേങ്ങ വേറെ, ഇഞ്ചി വേറെ, ഉള്ളി വേറെ വറുത്തിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് മുളക് പൊടി വെച്ചേക്കാനുള്ളതാണ്. മല്ലിപ്പൊടി ചേർക്കരുത്, മുളക് പൊടി മാത്രം മതി. വാളംപൊടി, ശർക്കര വേണ്ടിയവർക്ക് ശർക്കര ചേർക്കാം, പഞ്ചസാര വേണ്ടിയവർക്ക് അതും ചേർക്കാം. ഇഞ്ചിക്കറി